മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവവചനത്തിൻ്റെ പഠനത്തിനായി ഒരു സമയവും കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാറ്റിനും നന്ദിയുള്ള ഒരു ഹൃദയമാണ് പ്രധാനം. ആയുസ്, ആരോഗ്യം, അവസരം, കാഴ്ച, കേൾവി ഇതൊക്കെ ദാനമായി തരുന്നത് ദൈവമാണ്. ആകയാൽ സർവശക്തനോട് നന്ദിയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. യേശു കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാക്ക് പറഞ്ഞതിനാൽ ഇപ്പോൾ ഈ ടെലിവിഷൻ സെറ്റിൻ്റെ മുൻപിൽ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ആ മുറിയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് ആർജിച്ചെടുത്ത് ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പലരായ നമ്മൾ പലയിടങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാനായിട്ട് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ടെലിവിഷൻ, ഇതിൻ്റെ കേബിൾ, ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സം കൂടാതെ ഇത് ശ്രദ്ധിപ്പാനും ഗ്രഹിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങളോട് മനസ്സലിയണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമാണ് ഇപ്പോൾ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് മാത്രം ഞാൻ 2 സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അടുത്ത വാക്യത്തിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുന്നു. വാക്യം 2. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാം. യേശു കർത്താവ് ഒരു വിടവാങ്ങൽ സന്ദേശമാണ് കഴിഞ്ഞ ചില പേജുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ യേശു തുറന്നു പറഞ്ഞു, ഞാൻ പോകും എന്ന്. അത് കേട്ട് മനം നൊന്തു നിൽക്കുന്ന ശിഷ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് 14-1 ഇപ്രകാരം അരുളി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എങ്ങനെ നിങ്ങൾക്ക് ഹൃദയം കലങ്ങാതെ സൂക്ഷിക്കാം? അതിന് ദൈവവിശ്വാസം ഉറപ്പാക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഇതാണ് നാം ചിന്തിച്ചത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ ശേഷം എന്നിലും വിശ്വസിപ്പീൻ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഒരു കോമൺ ഫെയ്ത്താണ്. ഏറെക്കുറെ 99% മനുഷ്യർക്കും ഒരു ദൈവവിശ്വാസം, ഒരു ദൈവചിന്ത, ഒരു ഈശ്വര ചിന്ത ഉണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ വ്യത്യാസമുണ്ട്, ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ദൈവം എന്നൊരു ചിന്ത ഒരു നല്ല പങ്ക് മനുഷ്യനുമുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. ഇത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ കണ്ടുപിടിച്ച ഒരു സങ്കല്പമാണ് ദൈവവിശ്വാസം എന്ന് ചുരുക്കം ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പറയാം, അതല്ല ശരി. മൃഗങ്ങളെക്കാൾ മനുഷ്യനുള്ള വ്യത്യാസം അവൻ്റെ ഉള്ളിൽ തന്നെ സൃഷ്ടാവിനെ അറിയാനുള്ള, സൃഷ്ടാവിനെ
ഓർക്കാനുള്ള എന്തോ ഒന്ന് സൃഷ്ടാവ് തന്നെ വെച്ചിട്ടുണ്ട്. നന്നായി ഭക്ഷണം കഴിച്ചാലും, നന്നായി കുളിച്ചാലും, നന്നായി സന്തോഷിച്ചാലും തൃപ്തി വരാത്ത എന്തോ ഒരു അവസ്ഥ മനുഷ്യനിലുണ്ടല്ലോ. ആ ശൂന്യത അവന് നികത്തപ്പെടുന്നത് ദൈവവിശ്വാസത്തിലൂടെയല്ലേ. അപ്പോൾ ആത്മീകത മനുഷ്യന് അനിവാര്യ ഘടകമാണ്. ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ യേശു ഇവിടെ പറയുന്നത് അല്പം കൂടെ കടന്നൊരു കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ഉണ്ടെന്നറിയാം. എന്നാൽ ആ ശക്തിയെ നിങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. ആ അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യ വെളിപ്പാടാണ് ദൈവപുത്രനായ യേശു. അതും കൂടെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിപ്പാൻ ദൈവവിശ്വാസം ഉണ്ടാകണം. ആ ദൈവവിശ്വാസത്തിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിനെ ഒന്ന് പ്രത്യേകിച്ച് ഒന്നിലേക്ക് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്ത് അത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് തരികയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ വാക്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് കൊലോസ്യർ 2:10 പറഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം പരന്നു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കടൽ നമ്മൾ കണ്ടിട്ടില്ല, കടലിൻ്റെ ഒരു അറ്റമേ കണ്ടിട്ടുള്ളൂ. ആകാശത്തിൻ്റെ ഒരു അംശമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഭൂമിയുടെ ഒരു തുണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഭൂമി പരന്നു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആകാശം അനന്തമാണ്, കടൽ അളക്കാനാവാത്തതാണ്. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവമോ? അതാ ദൈവം. ആ ദൈവത്തെ മനുഷ്യരൂപത്തിൽ അഥവാ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ് യേശുക്രിസ്തു എന്ന സത്യമാണ് ഇവിടെ നാം വിശ്വസിക്കേണ്ടത്. വാക്യം ഒന്നോടെ നോക്കൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്താ എന്നിൽ വിശ്വസിക്കേണ്ടത്? താൻ ദൈവത്തിൻ്റെ ദൃശ്യ വെളിപ്പാടാണെന്ന് വിശ്വസിക്കണം. താനാണ് വെളിപ്പെട്ട ദൈവമെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നതിനാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട്. അത് പറഞ്ഞപ്പോഴാണ് ആളുകൾ കല്ലെറിയാൻ ഒരുങ്ങിയത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇങ്ങനെ കർത്താവ് തൻ്റെ ആ സന്ദേശം പുരോഗമനത്തിലേക്ക് വരികയാണ്. ഇനിയും ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നാം ഇവിടെ പ്രവേശിക്കുന്നു. വാക്യം 2, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. പിതാവിൻ്റെ ഭവനം, അതാണ് അടുത്ത വിഷയം. ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. ബൈബിളിലെ സുപ്രധാനമായ ഒരു പാഠഭാഗത്തേക്ക് കയറുകയാണ്. പേജ് നമ്പർ 109, യോഹന്നാന്റെ സുവിശേഷം 14:2. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയം ഭദ്രമാകുവാൻ, സുരക്ഷിതമാകുവാൻ, ഭയമില്ലാതിരിപ്പാൻ, കലങ്ങാതിരിപ്പാൻ യേശു ഒരു മാർഗം തരികയാണ്. ആ മാർഗം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. വാക്യം നോക്കൂ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഏതാണിത്? യേശു എവിടുന്നോ വന്നു, അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. യേശു ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറക്കുമ്പോൾ അന്നാണ് അവൻ്റെ ആരംഭമെന്ന് ചില ആളുകൾ ധരിച്ചു. അല്ല, അന്നാണ് അവൻ്റെ മനുഷ്യാവതാരം.
അവൻ 50 വയസ്സുള്ളപ്പോൾ ആളുകൾ അവന് 30 വയസ്സുള്ളപ്പോൾ ആളുകൾ അവനോട് ചോദിച്ചു, നീ നിന്നേക്കാൾ 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിനെ അറിയുമോ? യേശുവിൻ്റെ മറുപടി, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ടല്ലോ. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് പറയുന്നത്, ആലോചിച്ച് പറയുകയല്ല. അപ്പം 100 ബൈബിൾ വാക്യങ്ങൾ നിരത്തി വെച്ച് പഠിക്കുമ്പോൾ അവൻ ആരംഭവും അവസാനവുമാണ്. അവൻ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. അവനാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. അപ്പം ഈ യേശു കർത്താവ് എവിടുന്നാണ് വന്നേ? സ്വർഗത്തിൽ നിന്ന് വന്നു. എവിടെ എഴുതിയിരിക്കുന്നു? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് തന്നെ പുറകോട്ട് മറിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം, 3:13, പേജ് നമ്പർ 93. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ യേശു എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. സ്വർഗം എവിടെയാ? ഇവിടെയുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, കയറി വന്നവനല്ല. സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് പിശാചിനോട് ബന്ധത്തിലാണ് പറയുന്നത്. കയറി വന്നു എന്ന് പറഞ്ഞാൽ ആഴത്തിൽ നിന്ന് വന്നു എന്നാണ്. ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് വന്നു എന്നാണ്. അപ്പോൾ സ്വർഗം ഉയരത്തിലാണ്, സംശയമില്ല. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. സത്യം. ഈ യേശു ഹൃദയം കലങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. 1, ദൈവവിശ്വാസം. 2, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. 3, സ്വർഗത്തിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉപയോഗം എന്താണ്? അനേക മാസങ്ങളായി നിങ്ങളിൽ പലരും ഇത് കാണുന്നു. ചില ആളുകൾ ഇന്ന് എനിക്ക് കിട്ടിയ അറിവ്, ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഇച്ചിരി ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രായമുള്ള മാതാവ്, ഒരു അമ്മച്ചി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. വേറൊരാൾ എന്നോട് പറഞ്ഞതാണ്. സോറി, ഞങ്ങളതിൽ ദുഃഖിക്കുന്നു. ഇതേ കാര്യം പിറ്റേ ദിവസം പറയുകയല്ല, അങ്ങനെ പറയില്ല. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കമ്പ്യൂട്ടറിൻ്റെ തകരാറ് നിമിത്തമോ കേബിളിലെ പ്രശ്നം നിമിത്തമോ ഞാൻ ഇവിടെ സ്ഥലത്തില്ലാതെ പോകുന്ന നിമിത്തമോ, ഈ 3 കാരണങ്ങളാൽ ഇന്നലെ ഇട്ട അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്ത അതേ പ്രോഗ്രാം ആ കമ്പ്യൂട്ടറിൽ കിടന്നത് വീണ്ടും പ്രക്ഷേപണം ചെയ്തു പോവുകയാണ്. അത് ഞങ്ങളുടെ ഭാഗത്ത് വരുന്ന ഒരു മിസ്റ്റേക്കാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദിക്കുന്നു. നിങ്ങൾ സഹകരിക്കണം. ഇനിയും അങ്ങനെ സംഭവിക്കാം. കാരണം ഇത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷനാണെങ്കിൽ ഞാൻ ഒരാൾ ശ്രദ്ധിച്ചാൽ മതി ആ കാര്യം. ഇന്നലെ പ്രസംഗിച്ചത് ഇന്ന് പ്രസംഗിക്കാൻ പാടില്ല, ആളുകൾ ബോറടിക്കും. എന്നാൽ ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് അവരെ ഏൽപ്പിക്കുന്നു. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരാം. പല മിസ്റ്റേക്കുകൾ പലർക്ക് വന്നാൽ ഈ പ്രോഗ്രാമിനെ അത് ബാധിക്കും. അതിന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. 1-2 ദിവസം അങ്ങനെ വന്നാലും അടുത്ത ദിവസം പുതിയ മെസ്സേജ് വരും. സഹകരിക്കണം. അപ്പോൾ വീണ്ടും പറയട്ടെ, മനുഷ്യൻ ഹൃദയമുള്ളവനാണ്. അതിന് മനസ്സെന്നാണ് ബൈബിൾ പറയുന്നത്. മനസ്സ്, ഹൃദയം എന്ന് ഇവിടെ ബൈബിളിൽ പറയുന്നത് ഹാർട്ടിനെ ഉദ്ദേശിച്ചല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറഞ്ഞാൽ ഹാർട്ട് കലങ്ങരുതെന്നല്ല, നമുക്ക് മനസ്സിലായി. മനസ്സ്, ഞങ്ങളതിനെ ഇങ്ങനെ പറയും, സ്പിരിച്വൽ ഹാർട്ടെന്ന്. ഫിസിക്കൽ ഹാർട്ടല്ല, അതൊരു പമ്പിങ് സ്റ്റേഷനല്ലേ. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹൃദയം എന്ന് ഇവിടെ ബൈബിൾ ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. മനം കലങ്ങിപ്പോവുക എന്ന് പറയില്ലേ. അപ്പോൾ അതിനകത്ത് ഡിപ്രഷൻ, ടെൻഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ്റെ പ്രശ്നം വാസ്തവത്തിൽ ടെൻഷനും ഡിപ്രഷനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള മരുന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള മരുന്ന് ശ്രദ്ധിക്കുക. ദൈവവിശ്വാസം
ശക്തമാക്കുക. കാര്യകാരണ സഹിതം അതിനെ ബോധ്യപ്പെടണം. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. ദൈവവിശ്വാസം ഒരു സങ്കല്പം മാത്രമായിരുന്നാൽ നിങ്ങൾ കലങ്ങിപ്പോവും. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, സങ്കല്പങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കത്തില്ല. ഊഹങ്ങൾ ഒരിക്കലും നമുക്ക് ധൈര്യം തരത്തില്ല. ഇപ്പം എനിക്ക് കൂടെ ഒരു വയറ്റ് വേദന വരുന്നു, അയ്യോ അതൊരു ഓപ്പറേഷൻ ആവുമോ, അതൊരു മാരക രോഗം വല്ലതും ആയിരിക്കുമോ, ഇത് ഊഹങ്ങളാണ്, ഈ ഭയങ്ങളാണ്. ഈ ഭയം പെട്ടിരിക്കുന്ന ഒരാൾ ചെന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ അങ്ങേരും ഒരു ഊഹമാണ് പറയുന്നെങ്കിലോ, അത് ചിലപ്പോൾ ക്യാൻസർ ആകാം, ചിലപ്പോൾ അൾസറാകാം, ചിലപ്പോൾ ഗ്യാസ് ആകാം. അപ്പോൾ ഊഹങ്ങൾ കൊണ്ട് നമുക്ക് ധൈര്യം കിട്ടത്തില്ല. ഞാൻ അല്ലെങ്കിലേ ഊഹമായിട്ടാണ് ചെല്ലുന്നത്, അയ്യോ അതായിരിക്കുമോ ഇതായിരിക്കുമോ. അവിടെ ഡോക്ടറും പറയാ, ഒന്നും അറിയാൻ മേലാത്തൊരു ഡോക്ടറാണെങ്കിൽ പോലും ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ധൈര്യം കിട്ടും. അപ്പം ഈ ദൈവവിശ്വാസം കേവലം ഊഹങ്ങളാൽ അധിഷ്ഠിതമാണെങ്കിൽ, ഊഹത്തിൻ്റെ നൂലേൽ തൂങ്ങിക്കിടക്കുന്ന ദൈവവിശ്വാസമാണെങ്കിൽ, നിങ്ങൾ കുഴഞ്ഞു കഴിയുമ്പോൾ ദൈവം കൊഴിയും. നിങ്ങളുടെ മനസ്സ് കലങ്ങുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടും. ഒരു തൂണ് കുഴിച്ചിട്ടു, ആ തൂണിന് ബലമുണ്ടോയെന്ന് അറിയുന്നത് പന്തലിൽ കാറ്റടിക്കുമ്പോഴാണ്. ആ തൂണിൽ ഒരു വലിയ പന്തലിട്ടു, കാറ്റടിക്കുമ്പോഴാണ് തൂണിന് ബലമുണ്ടോയെന്ന് അറിയുന്നു. ഒരു കെട്ടിടം മേഞ്ഞു അല്ലെങ്കിൽ ഉണ്ടാക്കി, മഴ പെയ്യുമ്പോഴാണ് ചോർച്ചയുണ്ടോയെന്ന് അറിയുന്നത്. അപ്പം നിങ്ങളുടെ ദൈവവിശ്വാസം കാര്യമല്ല ഓക്കെ ആയിരിക്കുമ്പോൾ ഒരു ഊഹാപോഹ വിശ്വാസം മതി. കാര്യങ്ങൾ കുഴയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടും. ദൈവമുണ്ടോ, ദൈവത്തിന് ശക്തിയുണ്ടോ, ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമോ, ഇതിൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും കുഴച്ചിലാവും. അപ്പം അതുകൊണ്ട് ദൈവവിശ്വാസം കാര്യകാരണ സഹിതം വ്യക്തമാക്കപ്പെടണം, ഉറപ്പാക്കപ്പെടണം. അത് യൗക്തികമാകണം, ആധികാരികമാകണം. അപ്പം ദൈവവിശ്വാസം ശക്തമായി ഉറപ്പിക്കുക. എന്തിന്? മനം പല കാരണങ്ങളാലും കലങ്ങാം. കുടുംബത്തിൻ്റെ അസ്വസ്ഥത നിമിത്തം, സാമ്പത്തിക ഭദ്രതക്കുറവ് നിമിത്തം, സ്നേഹിതരുടെ അവിശ്വസ്തത നിമിത്തം, മറ്റും പല കാരണങ്ങളാണ്. സ്നേഹക്കുറവ് നിമിത്തം, അവിശ്വാസം നിമിത്തം, അവിശ്വസ്തത നിമിത്തം, വഞ്ചന നിമിത്തം മനസ്സ് കലങ്ങിപ്പോകും. മനസ്സ് കലങ്ങിയാൽ എല്ലാം പോകും. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു. അപ്പം ഇതിനുള്ള മരുന്നെന്താണ്? ഒരു ദൈവമുണ്ടോ? ഉള്ളിടത്തെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. അവിടെ എവിടെയൊക്കെ ഓരോ ദൈവം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പം ഈ വക വിശ്വാസം ഒരിക്കലും സ്ട്രോങ് അല്ല. നമുക്കറിയാം, ഞാൻ ആരെയും കുറ്റം പറയല്ല. നമ്മുടെ ദൈവവിശ്വാസം ശക്തമായിരിക്കണം. ടെലഫോൺ പോസ്റ്റ് സ്റ്റേ വയർ വലിച്ചു കെട്ടുന്നത് ആടുന്ന കമ്പിലാണെങ്കിൽ പിന്നെ പോസ്റ്റിന്റെ ഗതി എന്താ? നമ്മുടെ മനസ്സ് ആടുന്ന ഒരു സാധനമാണ്. ഇതിനെ വലിച്ചു കെട്ടാനുള്ള ഒരു സ്ട്രോങ് ആയ കുറ്റിയാണ് ദൈവവിശ്വാസം. അതാടുന്നതാകരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. വീണ്ടും ഞാൻ ഈ ബൈബിൾ വാക്യത്തിലേക്ക് തന്നെ വരിക. നമ്മൾ പല ദിവസങ്ങളായി ഒരു വാക്യത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെ യേശു പറഞ്ഞത് എപ്പോഴാണെന്ന് നോക്കണം. അനേക ദിവസങ്ങളായി ദൈവീക കാര്യങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, ആത്മീയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് 5 അപ്പം 5000 ആക്കുകയും കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട ശിഷ്യരോട് പറയുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ വിശ്വാസമുള്ളവരാ ഇവരൊക്കെ. ഇപ്പം ഈ പ്രോഗ്രാം കാണുന്നതിൽ ആർക്കാ ദൈവവിശ്വാസം ഇല്ലാത്തത്? എല്ലാവർക്കും ദൈവവിശ്വാസമുണ്ട്. എന്നാൽ ആ ദൈവവിശ്വാസം നിങ്ങളുടെ കൊടുങ്കാറ്റിന്റെ നടുവിൽ നിങ്ങളെ ബലപ്പെടുത്തുന്നതാണോ, അതോ നിങ്ങൾ തളരുന്നതോടുകൂടെ തളരുന്നതാണോ ഈ വിശ്വാസം? ഇതാണ് അറിയേണ്ടത്. ബൈബിളിൽ ഇയ്യോബ് എന്നൊരു ഭക്തനുണ്ട്. അയാൾക്ക് അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റ് ഉണ്ടായി. അയാളുടെ മക്കൾ മരിച്ചുപോയി. 1, 2, 3 പലരും മരിച്ചുപോയി. അത് കഴിഞ്ഞ് അയാൾക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അയാളുടെ ഭൂമിയൊക്കെ ആരൊക്കെയോ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അയാളുടെ മൃഗങ്ങളൊക്കെ ചത്തുപോയി. കണ്ടോ, ഒരു മനുഷ്യന് കഷ്ടകാലം വരുന്നത് കണ്ടോ? 1, 2, 3, 4 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരീരത്തിൽ ഇങ്ങനെ പുള്ളി പറയുമായിരുന്നു, എല്ലാം പോയാലും എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ എന്ന്. പുള്ളിക്ക് രോഗിയുമായി.
ആറാമത് അയാളുടെ ഭാര്യ അയാളെ കൈവിട്ടു. നിങ്ങൾ വലിയ ഈശ്വരവിശ്വാസിയായിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ വന്നതെന്ന് ഭാര്യ. അപ്പോൾ ഈ മനുഷ്യൻ ഇനി എന്താ ഉള്ളത്? ഈ മനുഷ്യന് ഇനി എന്താ ഉള്ളത്? ഇവിടെയാ ദൈവവിശ്വാസം സ്ട്രോങ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അയാളുടെ ദൈവം ഒരു ഉറപ്പുള്ള സാധനം അല്ല എങ്കിൽ അയാൾ എന്ത് പറയും? ഓ, ദൈവം ഇല്ലെന്ന് പറയുന്നവർക്കാണ് ഇതിനേക്കാൾ നല്ല കാലം. അനീതി പ്രവർത്തിച്ച് കള്ളത്തരം കാണിച്ച് കള്ളനോട്ടടിച്ചൊക്കെ നടക്കുന്നവർക്ക് സുഖ. ഞാൻ ദൈവം ഉണ്ടെന്നോർത്ത് ഭക്തിയോടെ ജീവിച്ച് എനിക്കാണല്ലോ ഈ കട്ടതയിലാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ശൂന്നായിപ്പോവും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ആളുടെ പേര് ഇയ്യോബ് എന്നാണ്. അയാളുടെ ഭാര്യ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നിങ്ങൾ ചുമ്മാ ദൈവം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനായൊരു കഴിവ് വേണം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഭാര്യ അയാളെ കൈവിട്ടു. ആ സമയത്ത് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? എന്തൊരു കോൺഫിഡൻസ് ആണ് ആ മനുഷ്യന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇയ്യോബിന്റെ ബുക്കിനകത്തുണ്ട്, ബൈബിളിലെ ഇയ്യോബിന്റെ ബുക്കിനകത്തുണ്ട്. നീ എന്താ ഒരു പൊട്ടി പറയുന്നുള്ളത്? എന്താ? അയാളുടെ ദൈവവിശ്വാസം അത്ര ക്ലിയറാ. നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്നേ? ഈ ആയുസ്, ഈ ബുദ്ധി, ഈ കണ്ണും ചെവിയും ഈ വീടും ഭാര്യയും മക്കളും ഒക്കെ ദൈവമല്ലേ തന്നത്? അതിനകത്ത് ഇപ്പോൾ ഒരിച്ചിരി ക്ഷീണം വന്നെന്നോർത്ത് ദൈവത്തെ നമുക്ക് തള്ളി പറയാൻ പറ്റൂ? കണ്ടോ എന്നാ ദൈവവിശ്വാസം. ഇതാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പറയാണ്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു ഫേമസ് പ്രസിദ്ധമായ വാക്യമുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതി വെക്കണമേ, അത് പാറയിൽ കൊത്തിവെക്കണമേ. അതെന്താണ്? എൻ്റെ ദൈവം ജീവിക്കുന്നു, ഞാൻ ഇങ്ങനെ നശിച്ച് ദ്രവിച്ചു പോയാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എഴുതി വെക്കാൻ. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചെന്നറിയാവോ? ഇത്ര വലിയ കഷ്ടത വന്നിട്ടും ഞാൻ ദൈവവിശ്വാസത്തിൽ തന്നെ നിന്നു എന്ന് വരുന്ന തലമുറകൾ അറിയണം. അതിന് പാറയിൽ അത് എഴുതി വെക്കാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുക. അപ്പം ഇതാ ദൈവവിശ്വാസം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഈ രണ്ട് കാര്യമാണ് കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം അതിനോട് കണക്ട് ചെയ്യാനാണ് ഞാൻ ഈ റിവിഷൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതാണ് നിങ്ങൾ അറിയാത്ത ഒരു ദേശം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതാ മൂന്നാമത്തെ കാര്യം. ഒന്ന്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ദൈവം. രണ്ട്, നിങ്ങൾക്ക് കാണാവുന്നൊരു ദൈവം. മൂന്ന്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ദേശം. ഇതാണ് ഈ സന്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം. നിങ്ങൾക്കിതിൻ്റെ CD ഒക്കെ തരാം ഞങ്ങൾ. നിങ്ങളിതിൻ്റെ മേൽവിലാസം ശ്രദ്ധിച്ചിട്ട് ആവശ്യപ്പെട്ടാൽ ഈ 3 മെസ്സേജും നിങ്ങൾക്ക്, ഇതെല്ലാം ഈ പറഞ്ഞത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം. ഒന്ന് പറഞ്ഞാൽ മതി, ഇത്രാം തീയതി കേട്ടത്, അല്ലെങ്കിൽ ഇന്ന വാക്യത്തെ ആസ്പദമാക്കിയുള്ള സന്ദേശം. ഞങ്ങൾക്കൊരു കോപ്പി വേണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം. നിങ്ങൾ അഡ്രസ്സ് തന്നാൽ നിങ്ങളുടെ വീട്ടിലോ സ്വന്തത്തിലോ നിരാശപ്പെട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സ് കലങ്ങി ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരെ ഞങ്ങൾ കാണുകയും വിടുവിക്കുകയും രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ടെന്നറിയോ? എല്ലാം ഞങ്ങൾക്ക് ഇവിടെ പറയാൻ സമയം കിട്ടില്ല. എത്ര കേസുകളുണ്ടെന്നറിയോ? അപ്പം അങ്ങനെ കടഭാരം കയറിയവരും ഭാര്യയെ ഉപേക്ഷിച്ചവരും അമേരിക്ക എന്ന രാജ്യത്ത് ചെന്നപ്പോൾ ഭാര്യ ഒരു മനുഷ്യനെ പുറത്തിറക്കി വിട്ടു. നമ്മുടെ നാട്ടിൽ എൻ്റെ നേരെ തിരിച്ചാ. ഭാര്യ കഥ കടച്ചു. ഇത് ഞാൻ മേടിച്ച വീടാ, നിങ്ങൾ പൂക്കളാൻ പറഞ്ഞു. അയാൾ വന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്നിരിക്കുക. സ്ത്രീകൾ കരയുന്നതിനേക്കാളും ദരിദ്രമായിട്ട് അയാൾ കരയുക. അയാൾ പറഞ്ഞു, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മരിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഇതാ ഈ മനസ്സ് കലങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയമൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്തു. അതിപ്പോൾ ഇവിടെ പറയാനല്ല വന്നത്. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ ആരെങ്കിലും വല്ലാതെ കുഴഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു CD മേടിച്ചിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണ്ട, ഞങ്ങൾ അയച്ചു കൊടുക്കാം. അഡ്രസ്സ് ഞങ്ങൾക്ക് തന്നാൽ മതി. ഇന്ന ആൾക്ക് ദയവായി ഞങ്ങളുടെ ഒരു CD അയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അയച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, 3 പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ ദൈവവിശ്വാസം കാര്യകാരണ സഹിതം ഉറപ്പാക്കുക. അത് അദൃശ്യ ദൈവമാണ്. 2, ദൃശ്യനായ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, മനസ്സിലാക്കുക. 3, സ്വർഗത്തെ വിശ്വസിക്കുക, മനസ്സിലാക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇതൊരു വലിയ വെളിപ്പാടാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിക്കാൻ പോവുകയാണ്. ഒരു വെളിപ്പാടാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾ അറിയാത്തൊരു ദേശം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
ഓ, എന്തൊരു പ്രത്യാശ! പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ശവക്കുഴിക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അത് പറയുന്ന പുസ്തകമാണിത്. അത് വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് യേശു. മരണത്തിനപ്പുറത്തെ ജീവിതം പട്ടാപ്പകല് പോലെ യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇവിടെ നിർത്തുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ സത്യങ്ങൾക്കായിട്ട് നന്ദി. ഇത് ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സ്വർഗത്തിലുള്ള വിശ്വാസം, ഇത് ഉറപ്പിപ്പാൻ കൃപ നൽകണം.